ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ലിയോ 14 പാപ്പയുടെ 10 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി ലിയോ 14 പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളിലായി നടന്ന ലിയോ 14 പാപ്പയുടെ അപ്പസ്തോലിക പര്യടനത്തിന് സമാപനമായി. ഇക്വറ്റോറിയൽ ഗിനിയിലെ മലാബോ നഗരത്തിൽ 10,000-കണക്കിന് യുവാക്കളെയും കുടുംബങ്ങളെയും സാക്ഷി നിർത്തി നടന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം പാപ്പ ജയിലിൽ സന്ദർശനം നടത്തി. കനത്ത മഴയെ അവഗണിച്ച് 10,000-കണക്കിന് യുവാക്കൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നൃത്തം ചെയ്തും പാട്ടുപാടിയും പാപ്പയെ വരവേറ്റത്. Gracias por la claridad y por habernos mostrado que aún en las dificultades, la dignidad humana y la esperanza nunca se pierden. Hoy estoy aquí para decirles algo muy sencillo. Ninguno está excluido del amor de Dios. Cada uno de nosotros, con su historia, sus errores, sus sufrimientos, sigue siendo valioso a los ojos del Señor. Podemos decirlo con certeza porque Jesús nos ha revelado esto en cada encuentro, en cada gesto, en cada palabra. Incluso cuando fue arrestado, condenado y llevado a la muerte sin culpa alguna. ബുധനാഴ്ച രാവിലെ ബറ്റയിലെ സെൻട്രൽ ജയിൽ സന്ദർശിച്ച പാപ്പ തടവുകാർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകി. യൂണിഫോമുകൾ ധരിച്ച് അച്ചടക്കത്തോടെ നിരന്നുനിന്ന തടവുകാരെ പാപ്പ അഭിസംബോധന ചെയ്തു. ദൈവസ്നേഹത്തിൽ നിന്നാരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കഥകളും തെറ്റുകളും ദുരിതങ്ങളും എന്തുതന്നെയായാലും കർത്താവിൻ്റെ കണ്ണിൽ നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. പെയ്തിറങ്ങിയ കനത്ത മഴയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. നേരത്തെ ഇക്വറ്റോറിയൽ ഗിനിയുടെ കിഴക്കൻ നഗരമായ മൊങ്കാമയിൽ ബസിലിക്ക ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിൽ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആഫ്രിക്കയിലെ തന്നെ 2ാമത്തെ വലിയ പള്ളിയാണിത്. ദേശീയ പതാകയുടെ നിറത്തിലുള്ള കരിമരുന്ന് പ്രയോഗത്തോടെയാണ് 10,000-കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തണമെന്ന് തൻ്റെ പ്രസംഗത്തിൽ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. പ്രത്യാശ നിർഭരമായ ഒരു ഭാവി നമ്മൾ തന്നെ ദൈവകൃപയാൽ കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബുധനാഴ്ച രാത്രി ബറ്റ സ്റ്റേഡിയത്തിൽ നടന്ന യുവജന സംഗമം പര്യടനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങായി മാറി. കനത്ത മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഭൂരിഭാഗം യുവാക്കളും മഴ നനഞ്ഞുകൊണ്ട് നൃത്തം ചെയ്തും പാട്ടുപാടിയും മാർപ്പാപ്പയുടെ വരവിനായി കാത്തുനിന്നു. നിങ്ങളുടെ കണ്ണുകളിലും പുഞ്ചിരിയിലും പാട്ടുകളിലും തിളങ്ങുന്ന പ്രകാശമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെളിച്ചമെന്ന് യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു. പരസ്പര സൗഹാർദ്ദത്തിന് മാതൃകകളാകാനും നിലനിൽക്കുന്നതിലുമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് തിരിച്ചറിയാനും അദ്ദേഹം അവരെ ഉപദേശിച്ചു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം. ബാറ്റയിൽ യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ആവേശമായി മാർപ്പാപ്പ. സ്നേഹവും സംഗീതവും പുഞ്ചിരിയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇക്വറ്റോറിയൽ ഗിനിയിൽ ബാറ്റ സ്റ്റേഡിയത്തിൽ ലിയോ 14 പാപ്പ യുവജനങ്ങളെയും കുടുംബങ്ങളെയും അഭിസംബോധന ചെയ്തു. 30,000-ലധികം ആളുകൾ തടിച്ചുകൂടിയ സ്റ്റേഡിയത്തിൽ ജീവിതത്തിലെ അച്ചടക്കം, തൊഴിലിന്റെ മഹത്വം, കുടുംബജീവിതം നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. Queridos jóvenes, queridas familias, la paz esté con vosotros. ¿Quién tiene miedo a la lluvia? ¿Quién quiere la bendición de Dios? Gracias por estar aquí. Vamos a seguir celebrando. La iglesia necesita el entusiasmo de todos vosotros. Queridos hermanos y hermanas, con gran alegría les saludo y agradezco al señor obispo las palabras que me ha dirigido. Agradezco a todos vosotros la cálida bienvenida
y este entusiasmo que refleja la alegría de su fe. Su Excelencia describió a Guinea Ecuatorial como un país joven, lleno de energía, de preguntas, con ganas de vivir. Y al mismo tiempo, deseoso de hacer de Cristo su luz. Esto se puede constatar en el lema de este viaje: Cristo, luz de Guinea Ecuatorial. Pero se confirma aún más en la presencia aquí de todos vosotros. La luz más resplandeciente ahora es la luz en sus ojos, en vuestros ojos, vuestros rostros, las sonrisas, los cantos, los bailes, en todo lo que da testimonio de que Cristo es alegría, sentido, inspiración y belleza para nuestra vida. Vuestro país, Guinea Ecuatorial, es un país rico en historia y tradiciones. Lo hemos visto hace unos momentos en las danzas, los trajes, en los símbolos que cada grupo ha expresado su identidad, haciendo aún más evidente y conmovedor nuestro estar juntos. Han traído objetos sencillos y ordinarios, un bastón, una red, la reproducción de una isla, una barca, un instrumento musical, que hablan de su vida y de los valores antiguos y nobles que la animan, como el servicio, la unidad, la hospitalidad, la confianza y la fiesta. Es el legado luminoso y arduo de que vosotros, queridos jóvenes, estáis llamados a ser en la fe el fundamento de su futuro, del futuro de esta tierra. El futuro es vuestro. ക്രിസ്തു ഇക്വറ്റോറിയൽ ഗിനിയുടെ പ്രകാശം പ്രത്യാശയുടെ ഭാവിയിലേക്ക് എന്ന സന്ദർശന സന്ദേശം ലിയോ 14 പാപ്പ ആവർത്തിച്ചു. ജീവിതത്തിൽ എളുപ്പവഴികളിലൂടെ വിജയം നേടാനല്ല, മറിച്ച് അധ്വാനവും അച്ചടക്കവുമുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കാനാണ് യുവാക്കൾ പരിശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജോലിസ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഓരോ വ്യക്തിയെയും ആദരവോടെ കാണേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സെമിനാരി വിദ്യാർത്ഥിയായ ഫ്രാൻസിസ്കോയുടെ സാക്ഷ്യത്തിന് മറുപടിയായി ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നതിലെ സന്തോഷത്തെക്കുറിച്ച് മാർപ്പാപ്പ വാചാലനായി. ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ അത് സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും ആ സ്നേഹമെന്നും പുതുക്കിക്കൊണ്ടിരിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായി മുന്നോട്ട് വന്നവർക്ക് വലിയൊരു പ്രത്യാശയുടെ ലോകം തുറക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്നേഹവും സ്വാതന്ത്ര്യവും വളരുന്ന ഒരു യാത്രയായി ദാമ്പത്യത്തെ കാണണം. പുത്തൻ ജീവനുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും കുട്ടികളെ നല്ല മൂല്യങ്ങളിൽ വളർത്തുവാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ജീവനെ ആദരിക്കുവാനും സംരക്ഷിക്കുവാനും ലോകം തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്തു. സമൂഹത്തിൽ ആരും വിസ്മരിക്കപ്പെടരുതെന്നും ഓരോ വ്യക്തിയും ബഹുമാനിക്കപ്പെടണമെന്നും പാപ്പ ഊന്നി പറഞ്ഞു. സ്നേഹിക്കുന്നത് മനോഹരമാണെന്ന് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലൂടെ തെളിയിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ നൽകുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. നീതിക്കായി ദാഹിക്കുന്ന ലോകത്തിന് സുവിശേഷം പകരുക. മൊങ്കോമ ബസിലിക്കയിൽ 10,000-ങ്ങളെ സാക്ഷി നിർത്തി മാർപ്പാപ്പ. ഇക്വറ്റോറിയൽ ഗിനിയിലെ തന്റെ അപ്പസ്തോലിക പര്യടനത്തിന്റെ 2ാം ദിനത്തിൽ കിഴക്കൻ നഗരമായ മൊങ്കോമയിൽ ബസിലിക്ക ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസംപ്ഷനിൽ ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രത്യാശയുടെയും അനുരഞ്ജനത്തിന്റെയും ഭാവി കെട്ടിപ്പടുക്കാൻ ക്രൈസ്തവർ മുന്നിട്ടിറങ്ങണമെന്നും ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. Queridos hermanos, hermanas, en esta espléndida basílica catedral dedicada a la Inmaculada Concepción,
Madre del Verbo encarnado y patrona de Guinea Ecuatorial, nos hemos reunido para escuchar la palabra del Señor y celebrar el memorial que Él nos ha dejado como fuente y culmen de la vida y de la misión de la Iglesia. La Eucaristía contiene verdaderamente todo el bien espiritual de la Iglesia. Es Cristo, nuestra Pascua, que se nos entrega. Es el pan vivo que nos sacia. Es la presencia que nos revela el amor infinito de Dios por toda la familia humana, que sigue saliendo también hoy al encuentro de cada hombre y mujer. Me alegra poder celebrar junto con ustedes, dando gracias al Señor por los 170 años de evangelización en estas tierras de Guinea Ecuatorial. Se trata de una ocasión propicia para recordar todo el bien que el Señor ha realizado y al mismo tiempo deseo expresar mi gratitud a los numerosos misioneros, misioneras, sacerdotes diocesanos, catequistas y fieles laicos que han entregado su vida al servicio del Evangelio. ഏകദേശം 170 വർഷങ്ങൾക്ക് മുൻപ് ഇക്വറ്റോറിയൽ ഗിനിയിൽ സുവിശേഷം എത്തിച്ച മിഷണറിമാരെ മാർപ്പാപ്പ തന്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. 1969 വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ നടത്തിയ ആഫ്രിക്കക്കാരെ ഇനി മുതൽ നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുന്ന മിഷണറിമാരാണെന്ന് ലിയോ 14 പാപ്പ എടുത്തു പറഞ്ഞു. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത മൂലം കഷ്ടപ്പാടുകൾ സഹിച്ച് വൈദികരെയും സന്യസ്തരെയും ആത്മായരെയും അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചു. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് മാർപ്പാപ്പ നിരീക്ഷിച്ചു. നീതിയും സമാധാനവും സാഹോദര്യവും നിറഞ്ഞ ഒരു ഭാവിക്കായി ലോകം ദാഹിക്കുന്നു. ഇത് നിഷ്ക്രിയമായി കാത്തിരിക്കേണ്ട ഒന്നല്ല, മറിച്ച് ദൈവകൃപയാൽ നമ്മൾ തന്നെ കെട്ടിപ്പടുക്കേണ്ട ഒന്നാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓരോ വ്യക്തിയുടെയും ജീവനും അന്തസ്സും സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭാവിയിലേക്ക് സംഭാവനകൾ നൽകാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പെട്രോളിയം, പ്രകൃതിവാതകം, സ്വർണം, വജ്രം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ അനുഗ്രഹീതമാണ് ഇക്വറ്റോറിയൽ ഗിനിയെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. ഈ പ്രകൃതി സമ്പത്തെ ഏതാനും വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാതെ ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കിക്കൊണ്ട് പൊതുനന്മയ്ക്കായി മാറ്റണമെന്ന് പാപ്പ ഭരണാധികാരികളോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചു. തങ്ങളുടെ രാജ്യത്തിന്റെ വിധി സ്വന്തം കൈകളിലെടുക്കുവാനും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പ്രത്യാശയുടെ ഭാവി നിർമ്മിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തുക. മലാബോയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ലിയോ 14 പാപ്പ. ഇക്വറ്റോറിയൽ ഗിനിയിലെ പര്യടനത്തിനിടെ മലാബോയിലെ ജീൻ പിയറി ഓൾ സൈക്യാട്രിക് ഹോസ്പിറ്റൽ സന്ദർശിച്ച് ലിയോ 14 പാപ്പ രോഗികളെ അവരുടെ പരിമിതികളോടെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെയാണ് ആശുപത്രി അധികൃതരും രോഗികളും ചേർന്ന് മാർപ്പാപ്പയെ സ്വീകരിച്ചത്. Señor Director General, distinguidas autoridades, queridos hermanos y hermanas, les agradezco de corazón esta acogida, su hospitalidad, sus cantos, sus danzas. Muchas gracias. Cada vez que visito un hospital, una casa, residencia de personas que quizás tienen diversas enfermedades, dificultades, tengo distintos sentimientos. Por un lado puedo sentir el dolor o la tristeza de las personas que están sufriendo, que muchas veces llevan un dolor muy grande, a veces con heridas que se ven y a veces con heridas que nadie ve, pero que la persona misma sabe que lleva en su corazón, lleva en su vida. Siento dolor por las familias que muchas veces no saben acompañar y ayudar al paciente. Pero también experimento admiración y consuelo por
por todo lo que ahí se hace a diario para servir a la vida humana. Y eso también me sucede aquí, pero hoy dentro de mí, y espero que en todos ustedes también, prevalece la alegría y la esperanza. La alegría de reunirnos en el nombre del Señor, la alegría y la esperanza de saber que estamos cuidando a quienes vienen y viven en condiciones de fragilidad. ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ തനിക്ക് സമ്മിശ്ര വികാരങ്ങളാണ് ഉണ്ടാകാറുള്ളതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. രോഗികളും കുടുംബങ്ങളും അനുഭവിക്കുന്ന വേദനയിൽ താൻ ദുഃഖിതനാണ്. പുറമേ കാണാൻ കഴിയുന്ന മുറിവുകളേക്കാൾ ആരും കാണാത്തതും എന്നാൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതുമായ മുറിവുകളാണ് പലരും പേറുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. എങ്കിലും മനുഷ്യജീവനെ ശുശ്രൂഷിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നവരെ കാണുമ്പോൾ തനിക്ക് വലിയ ആശ്വാസം തോന്നുന്നുണ്ടെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. വൈകല്യങ്ങളുടെ വേദന അനുഭവിക്കുന്നവർക്ക് പൂർണ്ണമായ അന്തസ്സ് നൽകാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ഈ ദൗത്യത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ആശുപത്രികൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തർസീസിയോ എന്ന രോഗി എഴുതിയ കവിതയ്ക്ക് നന്ദി പറഞ്ഞ പാപ്പ, വാക്കുകൾ കൊണ്ടല്ല മറിച്ച് പരസ്പരമുള്ള ദയയും കാരുണ്യവും വഴി നാം ഓരോ ദിവസവും അദൃശ്യമായ അനേകം കവിതകൾ രചിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഈ ചെറിയ പ്രവൃത്തികൾ ദൈവം മാത്രം വായിക്കുന്ന കവിതകളാണെന്നും അവ ക്രിസ്തുവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഏറ്റവും ഗുരുതരമായ രോഗബാധിതരായവർക്കും ഒറ്റപ്പെട്ടവർക്കും തന്റെ സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ മടങ്ങിയത്. വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ച് ലിയോ 14 പാപ്പ. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള അഭിവാജ്യമായ ബന്ധത്തെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞ ലിയോ 14 മാർപ്പാപ്പ ഇക്വറ്റോറിയൽ ഗിനിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. La inauguración de una sede universitaria es más que un acto administrativo y trasciende también la simple ampliación de infraestructuras y de espacios destinados al estudio. Esta inauguración es un gesto de confianza en el ser humano, una afirmación de que vale la pena seguir apostando por la formación de las nuevas generaciones. Y por esa tarea, tan exigente como noble, que consiste en buscar la verdad y poner el conocimiento al servicio del bien común. Por lo tanto, este momento posee un significado que supera con mucho los límites materiales de este lugar y de estos edificios. Hoy se abre también un espacio para la esperanza, para el encuentro y para el progreso. Toda auténtica obra educativa, en efecto, está llamada a crecer, no solo como una estructura, sino como un organismo vivo. ബുദ്ധിപരമായ ഒരു അന്വേഷണങ്ങളിൽ നിന്നുള്ള ഒരു മതപരമായ ഒളിച്ചോട്ടമല്ല ക്രിസ്തുവെന്നും മറിച്ച് സത്യത്തിന്റെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പൂർണ്ണ രൂപമാണെന്നും ലിയോ 14 പാപ്പ കൂട്ടിച്ചേർത്തു. തന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട പുതിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഉദ്ഘാടനം കേവലം ഒരു ഭരണപരമായ ചടങ്ങല്ല, മറിച്ച് മനുഷ്യരിലേക്കുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. പുതിയ തലമുറയെ സത്യം അന്വേഷിക്കുവാനും അറിവ് പൊതുനന്മയ്ക്കായി ഉപയോഗിക്കുവാനും പ്രാപ്തരാക്കുന്ന ദൗത്യം മഹത്തരമാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ഇക്വറ്റോറിയൽ ഗിനിയുടെ ദേശീയ വൃക്ഷത്തെ ഉദാഹരണമാക്കിയാണ് മാർപ്പാപ്പ സംസാരിച്ചത്. ആഴത്തിൽ വേരോടിയതും പതുക്കെ ആകാശത്തേക്ക് വളരുന്നതുമായ ഒരു മരം എങ്ങനെയാണോ ഫലങ്ങൾ നൽകുന്നത്, അതുപോലെ പഠനത്തിലും സത്യത്തിലുള്ള ആഭിമുഖ്യത്തിലും വേരുകളുള്ളതാകണം യൂണിവേഴ്സിറ്റികൾ. ക്രിസ്തീയ പാരമ്പര്യത്തിലെ കുരിശിന്റെ മരം മനുഷ്യബുദ്ധിയെ നിഷേധിക്കലല്ല, മറിച്ച് അതിനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന അടയാളമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സത്യമെന്നത് നമ്മൾ നിർമ്മിക്കുന്നതോ കൈക്കലാക്കുന്നതോ ആയ ഒരു ട്രോഫിയല്ല, മറിച്ച് വിനയത്തോടെ സ്വീകരിക്കേണ്ട ഒന്നാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. യുക്തി അവസാനിക്കുന്നിടത്ത് വിശ്വാസം തുടങ്ങുന്നു എന്ന ധാരണ തെറ്റാണ്. ക്രിസ്തുവിൽ സത്യവും യുക്തിയും സ്വാതന്ത്ര്യവും തമ്മിലുള്ള അഗാധമായ ഐക്യമാണ് വെളിപ്പെടുന്നതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. യുക്തിക്ക് പൂർണ്ണമായും എത്തിപ്പെടാൻ കഴിയാത്ത പൂർണ്ണതയിലേക്ക് വിശ്വാസം യുക്തിയെ വഴി നടത്തുന്നു. യേശു അന്വേഷിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത ഹൃദയങ്ങളെന്ന് ലിയോ 14 പാപ്പ.
ക്രിസ്തുവിനെ പിന്തുടരുന്നത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു മാർഗമായിട്ടാകരുത് എന്ന് ഓർമ്മിപ്പിച്ച ലിയോ 14 പാപ്പ. അങ്കോളയിലെ സൗറാമോയിൽ നടന്ന ദിവ്യബലിയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. വചനം പ്രഘോഷിക്കുന്നത് വഴി മാത്രമല്ല, ഓരോ വിശ്വാസിയുടെയും ജീവിത സാക്ഷ്യത്തിലൂടെയുമാണ് സുവിശേഷം ലോകത്തിന് വെളിപ്പെടേണ്ടതെന്ന് പാപ്പ ഊന്നി പറഞ്ഞു. Egli, o risuscitato, illumina nos a via para o Pai e santifica nos com a força do Espírito, para que transformemos o nosso estilo de vida segundo o seu amor. Esta é a boa nova, o Evangelho que corre como sangue nas veias, sustentando-nos ao longo do caminho. Caminho que hoje me trouxe até aqui, para estar convosco, na alegria e na beleza da nossa Assembleia, reunida em nome de Jesus. Escutamos com o coração aberto a sua palavra de salvação, porque nos faz refletir sobre o motivo e o fim pelos quais seguimos o Senhor. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പാപ്പ സന്ദേശം നൽകിയത്. ആധികാരികമായ വിശ്വാസത്തിന് പകരം അന്ധവിശ്വാസങ്ങൾ ജീവിതം കീഴടക്കുമ്പോൾ ദൈവം കേവലം ആവശ്യങ്ങൾക്ക് മാത്രം അന്വേഷിക്കുന്ന ഒന്നായി മാറുന്നു. യേശുവിനെ ഭാഗ്യം കൊണ്ടുവരുന്നവനായോ സ്വാർത്ഥ ലാഭങ്ങൾക്കായുള്ള നേതാവായോ കാണുന്നത് തെറ്റാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നമ്മുടെ തെറ്റായ മനോഭാവങ്ങളിലും യേശു ആരെയും നിരസിക്കുന്നില്ല എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പകരം ഹൃദയങ്ങളെ പരിശോധിക്കുവാനും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനും അവൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിയുന്ന സഹോദരങ്ങളെയാണ് യേശു നമ്മിൽ തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. വെറുമൊരു കാഴ്ചക്കാരനാകാതെ ക്രിസ്തുവിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അവനെ അനുഗമിക്കുമ്പോഴാണ് ശിഷ്യത്വം അർത്ഥപൂർണമാകുന്നത്. നശിച്ചു പോകുന്ന ഭക്ഷണത്തിനു വേണ്ടിയല്ല, നിത്യജീവൻ നൽകുന്ന യേശുവിനു വേണ്ടി പ്രവർത്തിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിലെ അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും വഞ്ചനയ്ക്കുമിടയിൽ നമ്മെ ഉയർത്തുവാനും ആശ്വസിപ്പിക്കുവാനും യേശു നൽകുന്ന ഈ അപ്പത്തിന് സാധിക്കുമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെയാണ് നമ്മുടെ പ്രത്യാശ അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന പങ്കുവെക്കുന്നത് വഴി ലഭിക്കുന്ന ശക്തി ഉപയോഗിച്ച് അക്രമം നശിപ്പിക്കുന്നവയെ പുനർനിർമ്മിക്കുവാനും സാഹോദര്യം വളർത്തുവാനും വിശ്വാസികൾക്ക് കടമയുണ്ടെന്നും ലിയോ 14 പാപ്പ കൂട്ടിച്ചേർത്തു. Quando o Filho de Deus se faz homem, realiza gestos eloquentes para manifestar a vontade do Pai. Ilumina as trevas dando a vista aos cegos, dá voz aos oprimidos, soltando a língua dos mudos. Sacia a nossa fome de justiça, multiplicando o pão para os pobres e os fracos. Que move falar destas obras, pois-se a procurar de Jesus. Ao mesmo tempo, o Senhor vê o nosso coração, perguntando-nos se o procuramos por gratidão ou por interesse, por cálculo ou por amor. Como efeito, a gente que o seguia diz: vós procurais-me não por terdes visto sinais miraculosos, mas porque comestes dos pães e vos saciastes. Vê-o como um prestador de serviços. Se ele não lhes desse de comer, os seus gestos e ensinamentos não o interessariam. O mesmo acontece quando a fé autêntica é substituída por um comércio supersticioso, no qual Deus se torna um ídolo que se procura apenas quando nos serve ou enquanto nos serve. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.